കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പണിമുടക്ക് സമരം ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഒപികൾ ബഹിഷ്കരിച്ചാണ് സമരം. സംഭവത്തിൽ സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ്. 4 PG ട്രെയിനി ഡോക്ടർമാരെ കൂടി ചോദ്യം ചെയ്തു. ക്രൂരകൃത്യം നടക്കുമ്പോൾ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിന് സമൻസ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സ്വാതിയാണ് ചേരുന്നത്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. 25 വർഷം കൈരളിക്ക് തികയുകയാണ്. പിറന്നാൾ ദിവസമാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ചില വാർത്തകളും വരുന്നത്. എന്താണ് ഈ കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? പ്രതിഷേധമൊക്കെ ഏത് രീതിയിലാണ് കടുപ്പിച്ചിരിക്കുന്നത് സംഘടനകൾ? പ്രിയ, ഗുഡ് മോർണിംഗ്. പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ കൈരളിക്കുന്ന 25 വർഷം തികയുന്നു. ദില്ലി ബ്യൂറോയുടെ ആശംസ കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നൽകുക എന്നുള്ളതാണ്. കൊൽക്കത്തയിൽ നിന്നുള്ള വാർത്തയാണ് ഇന്ന് നൽകാനുള്ളത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യം തന്നെയാണ് മുന്നോട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PG ട്രെയിനി ഡോക്ടർമാരുടെ അടക്കം പ്രതിഷേധം രാജ്യവ്യാപകമായി വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ആ പ്രതിഷേധം 6 മണിയോടെ തന്നെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 24 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനാണ് ഡോക്ടർമാർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ OP അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. എന്നാൽ മറ്റ് ക്രമീകരണങ്ങൾ, അതായത് അടിയന്തര വിഭാഗങ്ങളിലൊക്കെ തന്നെയും ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കൂടി ഡോക്ടർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുമെന്നാണ് കരുതാൻ വേണ്ടി കഴിയുന്നത്. ഇത് സംബന്ധിച്ചു വലിയ ആക്ഷേപങ്ങൾ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. BJP ഒക്കെയും ഈ വിഷയത്തിൽ വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമായി മമതാ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടുപോകുന്നത്. അത് തുടരുക തന്നെയാണ്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഇപ്പോൾ CBI അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം PG ഡോക്ടർമാരെ അടക്കം, അതായത് PG ട്രെയിനി ഡോക്ടർമാരിൽ 4 പേരെ കഴിഞ്ഞ ദിവസം CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മറ്റ് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർക്കൊക്കെ തന്നെയും, അല്ലെങ്കിൽ PG ട്രെയിനി ഡോക്ടറുടെ ദാരുണ മരണവുമായി ബന്ധപ്പെട്ട, പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ ബന്ധുക്കളടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ പ്രിൻസിപ്പൽ രാജിവെച്ചിരുന്നു. ഡോക്ടർമാർ തന്നെ ഈ വിഷയത്തിൽ പ്രിൻസിപ്പലിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഈ പ്രിൻസിപ്പൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ സമൻസ് അയച്ചേക്കും എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 25 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും CBI അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അന്വേഷണം മന്ദഗതിയിലാണ് നടക്കുന്നത് എന്ന ആരോപണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന്, അതായത് ഇരയാക്കപ്പെട്ട ഈ PG ട്രെയിനി ഡോക്ടറുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം, ഈ ഇരയ്ക്ക് നീതി ലഭിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാർക്ക് നേരെ നിരന്തരം ഉണ്ടാകുന്ന അക്രമങ്ങൾ തടയുവാനുള്ള നിയമ സംവിധാനം കൊണ്ടുവരണം, ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തണം എന്നതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഡോക്ടർമാരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരം പുരോഗമിക്കുമ്പോൾ ദില്ലിയിലടക്കം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനി ഡോക്ടർമാർ സമരത്തിലായിരുന്നു. ഇവിടെ ദില്ലി ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ പോലീസിന് ഈ സമരക്കാരോട് വലിയ തരത്തിൽ, അല്ലെങ്കിൽ സമരത്തെ ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ പ്രതിഷേധക്കാരോട് അവിടെ നിന്നും മാറി നിങ്ങൾ സമരം ചെയ്യണം, ജന്തർ മന്ദിറിലേക്ക് പോകൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസുകാർ കഴിഞ്ഞ ദിവസം ഈ സമരവുമായി ബന്ധപ്പെട്ട PG ട്രെയിനി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടർമാർ സമരത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് മനസ്സിലാക്കി.
മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും അവർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ടിനോട് നിങ്ങൾ ജന്തർ മന്ദിറിൽ പോയി സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തതല്ലേ, എന്നിട്ട് എന്തായി എന്നടക്കമുള്ള ഏറ്റവും രൂക്ഷമായ ചോദ്യം സർക്കാരിനോട് ചോദിക്കുന്ന സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം PG ഡോക്ടർമാരുടെ സമരത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞ കാഴ്ച. അതോടൊപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ, ഗുരുതരമായ ആക്ഷേപങ്ങൾ തന്നെ സർക്കാരിന് നേരെ ഉയരുന്നു. രാജ്യത്തെമ്പാടും ഈ ഡോക്ടർമാരടക്കം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർ അസോസിയേഷന്റെ തീരുമാനം. പ്രിയ. ശരി സ്വാതി, രാജ്യതലസ്ഥാനത്ത് നിന്നുമുള്ള വിവരങ്ങളാണ് ഇത്. ഈ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. സംഘടനകളൊക്കെയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അവർ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.